ഹലോ കൂട്ടുകാരെ, സിഞ്ചൂസ് ഡയറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക വെച്ചിട്ടൊരു മോരുകറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 250 ഗ്രാം വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. വെള്ളരിക്ക ചെറുതായിട്ട് ഈ പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന ചേരുവകളെന്ന് പറയുന്നത് തേങ്ങയാണ്. ഒരു 5 സ്പൂൺ തേങ്ങയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണും ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, വെള്ളരിക്കയും ഈ പച്ചമുളകും കൂടി. അതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, അതനുസരിച്ച് അതൊന്ന് നികന്ന് നിൽക്കാൻ മാത്രമായിട്ട് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് അരയ്ക്കാൻ വെച്ചിരുന്ന ചേരുവകളില്ല, അത് നല്ല രീതിയിൽ ഞാൻ മിക്സിക്കകത്ത് അരച്ചെടുക്കുന്നുണ്ട്. തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടോ, എങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ തേങ്ങ ചേർത്തിട്ടുള്ള ഈ അരപ്പ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു അരക്കപ്പ് തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നല്ല രീതിയിൽ ഈ തേങ്ങയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ, അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ച് കൊടുക്കാമേ. ഇത് ചൂട് ചെറുതായിട്ടൊന്ന് കുറയണം, അല്ലെന്നുണ്ടെങ്കിൽ മോര് തിളച്ച് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ മോരൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു തീയിലൊന്ന് ശകലം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടുന്ന കടുക് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് നല്ലൊരു വെള്ളരിക്ക മോരുകറിയാണിത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മോര് നല്ല രീതിയിൽ തിളച്ച് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ ചൂട് ആയി വരുമ്പോഴേ ഓഫാക്കിയേക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. അപ്പം നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.